ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാധു ക്രിയേറ്റീവ്സ്. സോ ഇത് ഇന്നലെ കുറച്ച് പഠിക്കാനുള്ള നോട്ട്സൊക്കെ ഒന്ന് വേഗം റിവൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്ന് പറയുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കംപ്ലീറ്റ് കോൺസെൻട്രേഷനും മൊത്തത്തിൽ അങ്ങ് പോകും. പിന്നെ ഇത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ആ സിലബസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടോ 9th സ്റ്റാൻഡേർഡിലേക്ക്. കാരണം ഇപ്പോൾ പുതിയ സിലബസാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ എനിക്കെന്തോ ആ സ്റ്റോറി അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോരാതെ ഇന്ന് കാലത്ത് ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, കാരണം ടയർഡ്നെസ് കൊണ്ട് ലേറ്റ് ആയതാട്ടോ. അപ്പോൾ 6:48 ഞാൻ എണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എണിച്ച് ഫ്രഷായി പിന്നെ കിച്ചണിൽ കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു കേട്ടോ. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാം തോന്നുന്നത്, പേഴ്സണലി തോന്നുന്നത് ഇതൊരു എക്സസൈസ് ആണ്. അതായത് നമുക്ക് ചില ബേസിക് എക്സസൈസസ് യൂട്യൂബ്സിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതായത് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടയർഡ്നെസ് വരും കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കൈ അങ്ങനെ ആരോഗ്യമൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് ഇപ്പോന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് എനർജറ്റിക് ആവുക, അതായത് കൈ കുറച്ചുകൂടെ എനർജറ്റിക് ആവാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ബലം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ് ആണ്. അപ്പൊ അത് പറയുമ്പോൾ കൈയും കാലും ഇതെല്ലാം അത്രയും സ്ട്രെങ്തൻ ആയിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഈ ടോപ്പിക്കല്ല ഇന്ന് സംസാരിക്കാൻ വന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഡേ റൊട്ടീൻ പറഞ്ഞൊന്ന് നിർത്തിയപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞതാട്ടോ. പിന്നെന്ന് വെച്ചാൽ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ സ്പ്രിംഗ് സീസൺ എന്ന് പറയില്ലേ, നമ്മൾ വസന്തം എന്ന് മലയാളത്തിൽ പറയില്ലേ. അതായത് ഞാൻ ഒരു ദിവസം ChatGPT ഇങ്ങനെ അടിച്ചു നോക്കി. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ 90s കിഡ്സ്, ജെൻസി, ആൽഫ, ബീറ്റ, ഇനിയിപ്പോ എന്താ ഗാമ എന്ത് വരുന്നതെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള ജനറേഷൻസിന് ഒരു 70s 60s 50s അതിനൊക്കെ മുമ്പുള്ളത് എന്താണ് പറയാ, പേരെന്താ പറയാന്ന് ChatGPTയോട് ചോദിച്ചപ്പോൾ ChatGPT പറഞ്ഞത് ബേബി ബൂമേഴ്സ് ആണ് ഈ ജനറേഷൻ അറിയപ്പെടുന്നത്. World War I II ഉള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ബേബി ബൂമേഴ്സ്, അതായത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർ. ഇതിന് മുമ്പ് നമ്മൾ ഈ പണ്ട് സോഷ്യൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനോട് ഡൗട്ട് മതി, ഹിസ്റ്ററി ഒക്കെ എന്തിനാ പഠിക്കുന്നത്, അതായത് പാസ്റ്റിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പൊ ഇതിങ്ങനെ ഡൗട്ട്സ് വരുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ഡൗട്ട് കാരണം ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇവര് എന്താ പറയാ, അവര് അന്നത്തെ കാലത്ത് ഈ ജനറേഷൻ എന്തെങ്കിലും പേരുകൾ, അതായത് ഇന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ പറയുന്നുണ്ട് 90s കിഡ്സ്, ജെൻസി. അപ്പൊ ഇതുപോലെ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് ChatGPT പറഞ്ഞത് ഇല്ല, അത് അങ്ങനെ പ്രത്യേകിച്ചൊരു പേരില്ല, ഈ 90s മുമ്പുള്ളതെല്ലാം ഒരു ബേബി ബൂമേഴ്സ് ആണ് പറയുന്നത്. പിന്നെ ഈ ബേബി ബൂമേഴ്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ ചോദിച്ചു. അതായത് ഇവർക്ക് പറയുന്നത് ആക്ച്വലി അവർ അത്രയും നോളേജ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഇതെനിക്ക് പറഞ്ഞുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞു. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. പാരന്റ്സ് ഇല്ലേ, പാരന്റ്സുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ ഇവരുടെ പാരന്റിങ് എങ്ങനെയായിരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല കാറ്റ് വരുന്നോണ്ട് സ്റ്റാൻഡ് ആടുന്നുണ്ട് കേട്ടോ, അതൊന്ന് ഇഗ്നോർ ചെയ്ത് വിടണം. പിന്നെ ഇടയിൽ ചിലപ്പോ ടോഗോന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ പക്ഷികളുടെ സൗണ്ട്, ഇന്നലെ കാക്കയുടെ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൈൻഡ്ലി ഇഗ്നോർ ദ സൗണ്ട്സ്. അപ്പൊ പിന്നെ ഇത് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ അത് നമ്മൾ എവിടെ എത്തിയത്, ബേബി ബൂമേഴ്സിന്റെ കാര്യത്തിൽ. അപ്പൊ അവർക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങും ഇപ്പോൾ ഉള്ള പാരന്റിങ്ങും തമ്മിൽ കമ്പാരിസൺ ആദ്യം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തെ പാരന്റ്സിന് ഏറ്റവും നല്ല പാരന്റ്സ്. കാരണം ഇന്നത്തെ കാലത്തെ ആൾക്കാർ ഇതിപ്പോ എന്റെ ജനറേഷനിലുള്ള ആൾക്കാർ പണ്ട് കിട്ടിയിരിക്കുന്നത് പറയുന്നത് അത്ര നല്ലൊരു ഫ്രീഡത്തോടു കൂടി സംസാരിക്കാനൊന്നും പറ്റിയ പാരന്റ്സ് ഒന്നും ആവണമെന്നില്ല. ചിലവിടെ പക്ഷെ നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ കേസിലൊക്കെ പറയുമ്പോൾ ഇപ്പൊ അത്ര ഓപ്പൺ മൈൻഡഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇന്നലെ ഞാൻ പോയിട്ട് പറയും, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത്തിരി വഴക്ക് കേട്ടാലും പോയിട്ട് പറയും. പക്ഷെ നമുക്കറിയാം നമ്മുടെ പാരന്റ്സ്, അവര് വന്ന ജനറേഷൻസ് അങ്ങനെയാണ്, അവർക്ക് മുന്നിലുള്ള ജനറേഷൻ ട്രെയിൻ ചെയ്ത് വിട്ടതും അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജി മാറുന്നു, വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇത് അപ്ഡേറ്റ് ആയി വരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ നല്ലോണം എഡ്യൂക്കേറ്റഡ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഉള്ള കുട്ടികളോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണ്. കാരണം അവർക്ക് പറയുന്നത്, അവരോടൊന്നും പോയിട്ട് പണ്ടത്തെ കാലത്ത് ഇതൊക്കെ പറയാൻ നിന്നാൽ അതൊന്നും പോയി ഏൽക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം അത്രയും വിവരമുള്ള ജനറേഷൻ ആരാ ചോദിച്ചത് ഇപ്പോൾ ഉള്ള കുട്ടികൾ തന്നെയാട്ടോ. പിന്നെന്ന് വെച്ചാൽ അത്
ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ഇതിൽ പറയാൻ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറോ കാര്യമോ ഒന്നുമല്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു പേഴ്സണലും ഞാൻ ചുറ്റും കാണുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. പാരന്റിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതെന്താണ്, അതായത് ഇനി വരുന്ന ജനറേഷനിലും രക്ഷപ്പെടണം എന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഇന്റർവ്യൂ കിട്ടും. യൂട്യൂബിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എടുത്തോളൂ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പറയുന്നത് അങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ പോസിറ്റീവായിട്ട് തന്നെ യൂസ് ചെയ്തോളൂ, അതിൽ തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ എക്സ്പേർട്ട് അല്ല അതിനെക്കുറിച്ച് തുറന്ന് പറയാൻ, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഡേ പ്രൊഡക്റ്റീവ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ യെസ്, ലിറ്റിൽ ബിറ്റ് പ്രൊഡക്റ്റീവ്. അതായത് ക്ലീനിങ്ങിൽ ഞാനിത് എക്സ്പേർട്ടായിട്ട് വരികയാണ്. എക്സ്പേർട്ടായിട്ട് വരിക മീൻസ് കംപ്ലീറ്റ്ലി ഒരു 100% പെർഫെക്ഷൻ ഒന്നും കിച്ചണിൽ കിട്ടണം എന്നില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 50% കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 100% അച്ചീവ് ചെയ്തതിന് ഈക്വൽ ആട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് വീഡിയോസിൽ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. ആൻഡ് ഐ എം റെഡി ടു hear the positive comments. Okay, and thank you for watching the video. എന്നെ ഇത്രയും നേരം സഹിച്ചതിലും ക്ഷമിച്ചതിലും ഒരുപാട് നന്ദി. And thank you.